UDF സർക്കാർ പെൻഷൻ പരിഷ്കരണ നടപടികൾ സമയബന്ധിതമായി നടപ്പിലാക്കണം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ അസോസിയേഷൻ ഒരു മാറ്റത്തിനായി ആഗ്രഹിച്ച കേരളത്തിലെ ജനങ്ങൾ വമ്പിച്ച ഭൂരിപക്ഷം നൽകി ഭരണത്തിലേറ്റിയ UDF സർക്കാർ പെൻഷൻ പരിഷ്കരണം സമയബന്ധിതമായി നടപ്പിലാക്കാനുള്ള നടപടികൾ ഉടനെ ആരംഭിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി TS സലീം ആവശ്യപ്പെട്ടു. അസോസിയേഷന്റെ കയ്പമംഗലം നിയോജക മണ്ഡലം ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യാത്രയെ തുടർന്ന് ഈ സംസ്ഥാനത്ത് മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലും സഞ്ചരിച്ച് ഒരു ജാഥ നടത്തിയ സംസ്ഥാനത്തെ ഏക സംഘടന നമ്മുടേതാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് 10 വർഷക്കാലം സംസ്ഥാനത്ത് നടമാടിയ അരാജകത്വവും കെടുകാര്യസ്ഥതയും സ്വജനപക്ഷപാതവും ഒക്കെ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുവാനും പെൻഷൻ സമൂഹം നേരിടുന്ന പ്രതിസന്ധികളെയും അവകാശ ലംഘനങ്ങളെയും ഒക്കെ കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുൻപോട്ട് പോകുവാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ആ സമരജാഥയുടെ ലക്ഷ്യം. അത് പൂർണ്ണമായും പാലിക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല 80-ലധികം 87 പേരാണ് 87 സ്ഥാനാർത്ഥികൾ 140 നിയോജക മണ്ഡലങ്ങളിൽ മത്സരിച്ചതിൽ 87 സ്ഥാനാർത്ഥികൾ നമ്മുടെ ഈ ജാഥയിൽ വിവിധ സ്ഥലങ്ങളിൽ നമ്മുടെ ജാഥയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ഈ ജാഥ സംസ്ഥാനത്തെ മുഴുവൻ സ്ഥലങ്ങളിലും നമുക്ക് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ജാഥയുടെ പ്രാധാന്യം അറിയിച്ചുകൊണ്ട് പോകുവാൻ കഴിഞ്ഞു. അതേപോലെ തന്നെയാണ് ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ നമ്മളൊരു പുതിയ മുഖവുമായി വന്നിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്തിക്കൊണ്ട് മുൻപോട്ട് പോകണം. നമുക്ക് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ശക്തമായി പ്രവർത്തിക്കുന്ന കമ്മിറ്റിയും, പക്ഷെ അതിൻ്റെ താഴെ ഉള്ള കമ്മിറ്റികളെ സംബന്ധിച്ചിടത്തോളം എനിക്കും നിങ്ങൾക്കുമൊക്കെ ഉള്ളതുപോലെ സംശയത്തിൻ്റെ നിഴലിലാണ് നമ്മളൊക്കെ. പല മണ്ഡലം കമ്മിറ്റികളിലും പേരിന് മാത്രമേ. നിയോജക മണ്ഡലം പ്രസിഡന്റ് PS സെയ്ദ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് TM കുഞ്ഞുമൊയ്തീൻ ശില്പശാലയുടെ ഉദ്ദേശവും ലക്ഷ്യവും വിവരിച്ചു. സംസ്ഥാന കൗൺസിൽ അംഗം മുഹമ്മദ് സഗീർ സ്വാഗതം ആശംസിച്ചു. ഇവിടെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ സംഘടനയുമായി വളരെയധികം നേതൃതലത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള പ്രമുഖരായ പല നേതാക്കളാണ് നമ്മളോട് സംവദിക്കാനായിട്ട്. സംസ്ഥാന വനിതാ ഫോറം കമ്മിറ്റി അംഗം കൊച്ചി ത്രേസ്യ J മുരിങ്ങാത്തേരി സംഘടനാ പ്രവർത്തനത്തിൽ വനിതകളുടെ പങ്കും പ്രാധാന്യവും എന്ന വിഷയം അവതരിപ്പിച്ചു. വിവിധ കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങളും ഏകോപനവും എപ്രകാരമായിരിക്കണമെന്ന് ജില്ലാ പ്രസിഡന്റ് MC പോളച്ചൻ വിശദീകരിച്ചു. മെമ്പർഷിപ്പ് വർദ്ധിപ്പിക്കുന്നതിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ജില്ലാ സെക്രട്ടറി VC ജോൺസണും സംഘടനയുടെ സാമ്പത്തിക അച്ചടക്കത്തെക്കുറിച്ച് ട്രഷറർ K ഗിരീന്ദ്രബാബുവും സംസാരിച്ചു. തുടർന്ന് വനിതാ ഫോറം പ്രസിഡന്റ് ചിന്തിനി ടീച്ചറുടെ നേതൃത്വത്തിൽ കലാപരിപാടികൾ നടന്നു. അസോസിയേഷനിൽ പുതുതായി അംഗത്വമെടുത്ത പെൻഷൻകാരെയും എഴുത്തിലൂടെ ജനശ്രദ്ധയും അംഗീകാരവും നേടിക്കൊണ്ടിരിക്കുന്ന മണ്ഡലത്തിലെ എഴുത്തുകാരൻ ഹുസൈർ മുഹമ്മദിനെയും യോഗത്തിൽ അഭിനന്ദിച്ചു. സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ PM മുഹമ്മദ് സഗീർ, സുധാകരൻ മണപ്പാട്ട്, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ VC കാർത്തികേയൻ, സിദ്ദിഖ് വാത്തിയടത്ത്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പ്രൊഫസർ PK നൂറുദ്ദീൻ, VK സെയ്തു, VM ഷൈൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പുതിയ കമ്മീഷനെ വെച്ച് പെൻഷൻ പരിഷ്കരണ നടപടികൾ കുറ്റമറ്റ രീതിയിലാക്കുന്നതിനും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പ് നടത്തിപ്പിലെ അപാകതകൾ പരിഹരിക്കുന്നതിനും ശില്പശാലയിൽ പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു.